പിന്നെ ഇവിടെ വന്ന ഗസ്റ്റുകൾ അവർ ഫ്രം ചെന്നൈ ചെന്നൈയിൽ നിന്ന് വന്ന ഒരാളുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന 2 പേരുണ്ട്. അവർ ശരിക്കും ഇവിടെ 1 ഡേ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഇവിടുത്തെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും അവർ ഓൾറെഡി 4 ദിവസം ഇപ്പം തന്നെ സ്റ്റേ ചെയ്തു. ഇനിയിപ്പോൾ 2 more days കൂടെ സ്റ്റേ ചെയ്തിട്ട് അവരിവിടുന്ന് പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ഭയങ്കര ഇതായിരുന്നല്ലോ. അവർ ഭയങ്കര എന്താ നമ്മളുടെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നൊരു ഫീൽ പോലെയായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എന്താണ് ഇൻവൈറ്റ് ചെയ്തു, അവർ ബിരിയാണി തന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കരിക്ക് നമ്മുടെ നാട്ടിൽ സുലഭമാണ്, എന്നാലും അവർ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾക്ക് തന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നാലോചിക്കുക, തമിഴ്നാട് വേറൊരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ, എല്ലാവരും അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഇടിയും വഴക്കമൊന്നും ഉണ്ടാക്കാണ്ട് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരു ഹെൽപ്പിംഗ് മൈൻഡ് പീപ്പിൾസാണ്. ഇവൻ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കേരളീയർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും ശരി, ഏത് നാട്ടുകാരാണെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നിൻ്റെയും പേരിൽ ഇടിയും വഴക്കും ബഹളമൊന്നും നടക്കാം. ഭയങ്കര പരസ്പരം സ്നേഹമായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പീസ്ഫുള്ളായിരിക്കുമല്ലേ. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ്. സോ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്നാലും അവരങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാനോർത്തിനി അത് അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തോ, കുഴപ്പമില്ല, ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചിലർ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അറിയാതെ വീഡിയോയിൽ വന്നാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് അത് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അവർ നോർമൽ പീപ്പിൾസ്, മനുഷ്യന്മാരായാലും അങ്ങനെ വേണം. എന്ന് വെച്ചാൽ എല്ലാവരും പ്രൈവസിയിൽ കയറിയിട്ട് നമ്മൾ ഇടപെടുക അങ്ങനത്തെ സംഭവം. പക്ഷേ അവർ ഗുഡ് പീപ്പിൾസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നല്ല നല്ല ബിഹേവിയർ ആയിരുന്നു. അപ്പം ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ പെട്ടെന്ന്. അങ്ങനെയല്ല, നമ്മളുടെ അടുത്ത് അവർ ബിഹേവ് ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇനി അവരെ മറക്കാനും പോകുന്നില്ല. നമ്മളിനിയിപ്പോൾ ചെന്നൈയിൽ നിന്ന് കേട്ടാൽ ചിലപ്പോൾ അവരുടെ ഫേസസ് നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മളെവിടെ ചെന്നാലും ആ മനുഷ്യന്മാരെങ്ങനെയാണോ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഉള്ളിൽ അവർക്കുള്ള സ്ഥാനം അല്ലേ. അങ്ങനെയാണ് ഞാനിങ്ങനെ ഞാൻ അങ്ങനെയാണുള്ളത്, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് അവർ നല്ല മനുഷ്യന്മാരായിരുന്നു കേട്ടോ, നല്ല ആൾക്കാരായിരുന്നു. എന്താണ് അവരവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം നല്ല 2-3 ഫ്രണ്ട്സിനെ കിട്ടി. എന്തായാലും അവർക്കും അത് സന്തോഷമായി, എനിക്കും സന്തോഷമായി. സോ ദാറ്റ്സ് ഇറ്റ്. അവർ നല്ല ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ബിരിയാണി തരാനില്ല, നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കണ്ട് വ്ളോഗേഴ്സാണ് എന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു. അപ്പം അതിന് മുന്നേ അവരിങ്ങനെ വാശിക്കുന്നുണ്ട്, അങ്ങനെ എന്നാൽ ഇരിക്കുക കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഴിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും അതിലുണ്ടായിരുന്ന ഫുഡ് നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്നാലും അതിലുള്ള ഫുഡ്, അവർ വെച്ച ഫുഡ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് തരുന്ന അവരുടെ ഒരു ഹാപ്പിനെസ്, അത് കഴിക്കുമ്പോൾ ഉള്ളൊരു നമ്മളുടെ ഒരു സന്തോഷം, അത് എന്ത് ഫുഡാണ്, എന്താണ്, ഏതാണ് അങ്ങനെയൊന്നുമല്ല, അവർക്ക് അത് നമുക്ക് തരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അതാണ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് തന്നു, ഓൾറെഡി കഴിച്ചിട്ട് വന്നതായിരുന്നു. പക്ഷെ എന്നാലും അവർ വെച്ച് നീട്ടുമ്പോൾ വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റൂല. എസ്പെഷ്യലി എനിക്ക് പറ്റൂല, ഞാൻ അത്ര ഭയങ്കര വയറി ആയതുകൊണ്ടൊന്നുമല്ല. എന്നാലും അവരത് വെച്ച് നീട്ടുമ്പോൾ അത് കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും അല്ലേ. സെയിം ടൈം എനിക്കും സന്തോഷം കിട്ടും. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും സന്തോഷിക്കും. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. എനിവേ നല്ല ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ആണെങ്കിൽ ടേസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. അവർ 3 ആളും കൂടെയാണ് അത് പ്രിപ്പയർ ചെയ്തത്. എന്താ പറയുക, അങ്ങനെ അവരെങ്ങനെ എങ്ങനെയൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഓൾമോസ്റ്റ് നമ്മളെവിടെ ചെന്നാലും അത്യാവശ്യം നല്ല, പക്ഷെ ആരുമായിട്ട് ഇത്രയും അധികം നമുക്ക് സംസാരിക്കാൻ അങ്ങനെയുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഇവരുമായിട്ട് കുറച്ച് ടൈമൊന്നും സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക്. അപ്പോൾ ഓക്കെ,